ഞാൻ കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നി. ജോലി കുറച്ച് ലേറ്റ് ആയിട്ടോ. ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് കാണാതിരിക്കുക. ഓക്കെ. അതൊന്നും സാരമില്ല ഗോപി. കൂട്ടുകാരൊക്കെ പോലും നോക്കിയിരിപ്പുണ്ട് കേട്ടോ. ഇന്ന് നക്ഷത്രത്തിന്റെ ഓണാഘോഷമാണ്. കുട്ടികളുടെ സ്കിറ്റും പാട്ടും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ പോയിട്ട് പതിയെ വന്നാൽ മതി, വെറുതെ ഒന്നും വെക്കണ്ട. അപ്പൊ ശരി, ഞങ്ങളെ പുറത്ത് വെയിറ്റ് ചെയ്യാം. ക്ലാസ് നടക്കട്ടെ. സുനി, കഴിഞ്ഞ ആഴ്ച ബാഡ്മിന്റൺ തന്നെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? വേറെ വല്ല ഉടായ്പായിട്ട് മുങ്ങിയതാണോ? പറ. മിസ്റ്റർ ഗോപിക്കുട്ടൻ, ആളെ കളിയാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കളയരുത് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു AI കോൺഫറൻസിന് പോയേക്കായിരുന്നു. സോന ഉണ്ടായിരുന്നല്ലോ കൂടെ. അതെ, ഇനി ഒക്കെ ഉണ്ടെങ്കിലും ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുന്ന ഈ ജെൻസിയും ടെക്നോളജിയും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. പിള്ളേർ പറയുന്ന ആ സാധനമായി തുടങ്ങിയെന്നാ തോന്നുന്നത്. അതെന്തുകൊണ്ടോ സാധനം? ഇനി നല്ല അമ്നേഷ്യം മറ്റാണോ? അമ്നീഷ്യം അല്ലടോ, മഗ്നീഷ്യം. അതിന്റെ കുറവുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എടോ അതല്ലടോ, ഈ തന്തവൈബില്ലേ? തന്തവൈബോ? ഇത് പുതിയ വല്ല ബ്രാൻഡാണോ? ഇതൊക്കെ തന്നെയാണ് തന്തവൈബ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ വാക്കുകളെ സിഗ്മ, തന്തവൈബ്, സ്കിബിഡി, പുതിയ ഡിക്ഷണറി വാങ്ങിക്കേണ്ടി വരും. സ്കിബിഡി എനിക്കറിയാം, അതൊരു ഗെയിമല്ലേ? ഒളിമ്പിക്സിൽ വരെയുള്ളൊരു മത്സരം. ഇത് പൊന്നോ, അത് കബഡി. മറവിക്കുള്ള മരുന്ന് കഴിക്കാറായെന്നാ തോന്നുന്നത്. ഇപ്പോഴേ കിളി പോയ അവസ്ഥയാണ്. താനൊട്ടും മോശമൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ട് ബസ് ലൈനിൽ കൂടെ കാർ ഓടിച്ച് പാച്ചല്. പോലീസ് ഫൈൻ അടിച്ചു കൊടുത്തതേ ഉള്ളൂ. അതെനിക്ക് ചെറുതായിട്ടൊന്ന് ലൈൻ തെറ്റിപ്പോയതാ. അപ്പോൾ കാണുന്നില്ല എന്ന് ചുരുക്കം. പറഞ്ഞിട്ട് കാര്യമില്ലടോ. നമ്മൾ ഈ ജോലിയും വീട്ടു ജോലിയും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇപ്പൊ പറഞ്ഞ തന്തവൈബാണ്. തന്തവൈബ് എന്ന് പറഞ്ഞപ്പോഴാണ് നല്ല നടുവേദന. ഇനി അധികാരം സാഹിബിനെ പറ്റിച്ച് ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് മണക്കാരനാകുന്നുള്ള മോഹമൊക്കെ ഞാൻ പണ്ടേ വിട്ടു. നാട്ടിൽ കുറെ കട എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പൊ എന്താ, നാട്ടിലും കുറെ കട, ഇവിടെയും കുറെ കട. ഇതൊക്കെ ഇനി പറഞ്ഞിട്ടെന്തിനാ, അത് വിടും. പക്ഷേ ഇപ്പോ നമുക്ക് എല്ലാത്തിനും കൂടെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട് ഒരു കിടുക്കാച്ചി ഐഡിയ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എന്നൊന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നിർബന്ധിക്കോ? സുനി, തന്റെ പഴയ ഉടായ്പ പരിപാടികൾ തന്നെയാണോ? ഇവിടെ പോലീസ് ഇടിച്ചാൽ താൻ അമ്മയെന്ന് കരഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാവില്ല. വെറുതെ ഇടിച്ച് മേടിച്ചു കൂട്ടണോ? എന്റർപ്രണേഴ്സിനെ ബഹുമാനമില്ലാത്ത കൺട്രി ഫെലോസ്. എടോ, ഇത് പുതിയ ടെക്നോളജി. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന വാക്കുണ്ടല്ലോ, സ്കിബിഡി, വെറും സ്കിബിഡി. ഞാൻ ഈ വീക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്, എന്തോന്ന് മത്തായിയോ? ഇത് തന്റെ ഉടായ്പ തന്നെ. കളഞ്ഞ് മത്തായി അല്ല, മാത്ത് AI, മൾട്ടിവേഴ്സ് ഏജന്റിക് ട്രൂലി ഹൈപ്പർ AI. ഇപ്പൊ ഇത് പ്രോട്ടോടൈപ്പാണ്. പിന്നെ ഇപ്പൊ കുറച്ച് ഫുഡിങ് ഒക്കെ കിട്ടി. ഇപ്പൊ കുറച്ച് ഫണ്ടിങ് ഒക്കെ കിട്ടിയാലേ ഞാനാരാ അടുത്ത സക്കർബർഗ് എന്ന് പറയുന്നു. ഒരു 20,000 എടുക്കാനുണ്ടാവും. 20,000 പോലും മാസം 1-ാം തീയതി കഴിഞ്ഞാലേ 2 അക്കത്തിൽ കൂടുതൽ അക്കൗണ്ട് ബാലൻസ് കാണാനേ ഇല്ല. അത് ശരിയാ. മോർഗേജും ഇൻഷുറൻസും പേസവും ടാക്സും ഒക്കെ കഴിഞ്ഞ അടുത്ത സാലറി ഡേറ്റ് വരെ ഓടിയെത്താൻ ഞാൻ പെടുന്ന പാടേ. ഇവിടെ 200 യൂറോയുടെ നോട്ടൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാനിതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഈ മത്തായിക്ക് എന്തൊക്കെ ചെയ്യാനറിയാം? ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? ഇതൊക്കെ ഞാൻ ആരോടാ പറയുന്നേ? ഇതൊക്കെ വേറെ റേഞ്ചാണ്. നിക്ക്, ഞാനൊരു ഡെമോ കാണിച്ചു തരാം.
പുതിയൊരു പോളിസി എടുക്കട്ടെ. ഇയർലി വെറും 10 ലക്ഷമേ ഉള്ളൂ. ഓ 10 ലക്ഷമേ ഉള്ളൂ. എന്നാ താനൊരു കാര്യം ചെയ്യും, എൻ്റെ അക്കൗണ്ട് നമ്പർ അങ്ങോട്ട് തരാം, അതിലേക്ക് ഒരു 10 ലക്ഷം ഇട്ടേക്ക്. നാളെ തന്നെ ഞാനങ്ങ് എടുത്തേക്കാം. വെച്ചിട്ട് പോടും. നീ ഇത് കാണ്, ഇതാണ് ഐറ്റം. ഈ ടെക്നോളജി ജെയിംസ് ബോണ്ട് പോലുമില്ല. കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തുപാടി ഈ ടെക്നോളജി? അല്ല, നിങ്ങൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് നേടിയിട്ടുണ്ടോ? ന്യൂറൽ നെറ്റ്വർക്ക് നേടിയിട്ടുണ്ടോ? മൾട്ടിവേഴ്സ് നേടിയിട്ടുണ്ടോ? ഇതാണ് ഐറ്റം. എൻ്റെ ക്വാണ്ടം, ന്യൂറൽ, മൾട്ടിവേഴ്സ്, ഹൈപ്പർബോളിക്, പാരാബോളിക് AI. എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട്സ് എ ന്യൂസ്? വീട് പണിയാൻ വന്ന മേസ്ത്രിയോടൊപ്പം വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. മത്തായി, നെതർലൻഡ്സിലെ ടാക്സ് സേവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് വേണമല്ലോ. സോറി, ഇപ്പൊ ബുദ്ധിമുട്ടാണ്, കാരണം ഐ ഹാവ് ലിമിറ്റേഷൻസ്. ഓക്കെ മാത്തേ, എനിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഒന്ന് പ്ലാൻ ചെയ്ത് തരാൻ പറ്റുമോ? ഇത് നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന തുക്കളെ അല്ല. ഇത് ഫിസിക്സ്, റിയാലിറ്റി വരെ വെന്റ് ചെയ്യും. ഗൂഗിളിൽ നമ്മൾ അങ്ങോട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നേ. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ടൈം ട്രാവൽ ഫീച്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചെറുപ്പകാലത്തിലേക്ക് പോകാം. ഒരു പരീക്ഷ നോക്കണം, ചുമ്മാ ട്രൈ ചെയ്യുന്നേ. ഈ കഥയിലെ നായകൻ ഈ ജോസാറാ. ഓർക്കാൻ പോലും ഈ കഥയിൽ നീ ബാക്കി ഉണ്ടാവില്ല. ആ മോളെ, എന്താ ഇവിടെ നിൽക്കുന്നേ? അമ്മ എവിടെ പോയി? എന്നെ മനസ്സിലായില്ലേ? ഞാൻ അലീന ആന്റി. എടോ, ഇത് ഞാനാ, സോന. താനും കുറച്ച് കൂടുതൽ യൂത്തായി, ജൂനിയർ കാറ്റഗറി ആയി ഇപ്പൊ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുന്നേ. ഇത് വല്ല ചെറിയ ബഗ്ഗായിരിക്കും, ഇപ്പൊ ശരിയാക്കി തരും. സുനി, നിന്റെ ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒന്ന് ശരിയാക്കിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മത്തായിനുണ്ടാക്കിയതേ ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. ഏടാ സുനി, പിന്നെ എവിടെ നിന്നാ? അത് പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ AI കോൺഫറൻസിന് പോയിരുന്നല്ലോ. അപ്പൊ അവിടെ കണ്ട ഒരു റഷ്യൻ സയന്റിസ്റ്റിന്റെ കയ്യിൽ നൈസ് ആയിട്ടൊന്ന് അടിച്ചു മാറ്റിയതാ. നല്ല അടുത്ത് റഷ്യക്കാരന്റെ എങ്ങനെയാണോ മലയാളം സംസാരിക്കുന്നത്? അത് പിന്നെ പെട്ടെന്ന് മലയാളം പഠിക്കാനായിട്ട് ഇതിന് കുറെ ലേറ്റസ്റ്റ് മലയാളം മൂവീസ് അങ്ങ് റീഡ് ചെയ്ത് കൊടുത്തന്നേ. നീ ഏത് പടമാണ് അവസാനം ഇതിന് കാണിച്ചു കൊടുത്തത്? അത് പിന്നെ നമ്മളെല്ലാവരും ലാലേട്ടൻ ഫാൻസ് ആണല്ലോ. അപ്പോ ലാസ്റ്റ് കാണിച്ചു കൊടുത്ത മൂവി തുടരും. മനി എന്താ മനി? ഹലോ ഹലോ ഹലോ, നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാറുണ്ട്. ഇപ്പൊ എല്ലാം മനസ്സിലായി. മാത്തായി അപ്പോ ജോർജ് സാറിനെ കണ്ട് ഫാനായി പോയിന്നാ തോന്നുന്നത്.
അവൻ നമുക്കിട്ട് ഒരു പണി വെച്ചതുപോലെ ഉണ്ട് ഇപ്പൊ. എടോ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താടോ. എനിക്ക് നാളെ സ്കൂളിൽ പിള്ളേരുടെ ടീച്ചേഴ്സ് മീറ്റിംഗ് ഉള്ളതാ. ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ കോളേജിലെങ്ങാനും തന്നെ ഇരുന്നാൽ വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും ഒക്കെ ഗോപി. ഞാനോ? താനല്ലടോ, ഈ ഗോപി. ആ അത് പിന്നെ എങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചോ. ശരി, ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഇത് ശരിയാക്കാൻ ഒരാളെ കൊണ്ടേ പറ്റൂ. അതാരും അത് നമ്മുടെ മാവേലി. ഓണമൊക്കെ അല്ലേ, പുള്ളിക്കാരൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നമുക്കൊന്ന് അന്വേഷിച്ച് ഇറങ്ങിയാലോ? എന്നാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാല്ലേ? ആ എല്ലാരും ഒന്ന് കണ്ണടച്ചിട്ടേ നന്നായി ഒന്ന് പുള്ളിയൊന്ന് വിളിച്ചു നോക്കാം നമുക്ക്. കുട്ടികളെ, നിങ്ങൾ എന്നെ വിളിച്ചോ? മാവേലി, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. എല്ലാം ഞാൻ അറിഞ്ഞു കൂടി. AI ഒരു പണി തന്നുമല്ലേ? അതെ മാവേലി, ഞങ്ങളെ ഒന്ന് പഴയ കോലത്തിലാക്കി തരണേ. അതിനെന്താ, ഞാൻ സഹായിക്കാം. പക്ഷെ അതിനൊരു കണ്ടീഷനുണ്ട്. കണ്ടീഷനോ? ആ, നിങ്ങളുടെ കുട്ടികൾക്ക് എന്നെക്കുറിച്ചും ഓണത്തെക്കുറിച്ചൊക്കെ അറിവുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികളിലൂടെ അത് അടുത്ത തലമുറയിലോട്ട് എത്തിച്ചേരണം. നിങ്ങളുടെ മനസ്സിൽ എത്ര കാലവും ഓണവും മാവേലിയൊക്കെ ഉണ്ടോ അത്ര കാലമേ എനിക്കും ഈ ലോകത്തെ സ്ഥാനമുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ശക്തിയും. അതുണ്ടെങ്കിലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. അന്യനാട്ടിലാണെങ്കിലും ഇവിടെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ഭാഷയും അറിവുകളും ഒക്കെ പകർന്നു കൊടുക്കാനാണ് മാവേലി ഞങ്ങളിവിടെ മഷിത്തണ്ട് എന്നുള്ളൊരു കൂട്ടായ്മ നടത്തുന്നത്. കളികളും കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് അവരിപ്പോഴും നമ്മുടെ നാടിനെ തൊട്ടറിയുന്നുണ്ട്. അതെ മാവേലി, മഷിത്തണ്ടിലെ കുട്ടികൾ ഓണത്തിന് വേണ്ടി ഒരുക്കുന്ന ചില പരിപാടികൾ മാവേലി കാണിക്കണമെന്ന് പറയുന്ന നല്ല ആവശ്യത്തിലാണ്. മാവേലി വന്ന് അതൊന്ന് കാണണം. കേമായി എന്നൊന്ന് കണ്ടു കളയാം. വരിക വരിക, അത് കഴിഞ്ഞിട്ടാവാൻ ബാക്കിയല്ല. ഇവിടെയും ഒരു കൊച്ചു കേരളമുണ്ട്. അത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നന്നായി തന്നെ വളരുന്നു. നിങ്ങളുടെ സംരംഭത്തിനും ഈ കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. അയ്യോ മാവേലി പോവല്ലേ, നമ്മളെ പഴയ രൂപത്തിലാക്കി തരണേ. ഞാനതങ്ങോട്ട് മറന്നു. എന്നാ രാജ്യ എല്ലാവരും കണ്ണടച്ച് നന്നായി പ്രാർത്ഥിച്ചോളൂ. എന്നാ നമുക്ക് പോവാം മത്തായി. ഇനി ഞാൻ പറയും, നീ കേൾക്കും. ഇവനെ ഞാനൊന്ന് എടുക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട. ഒന്ന് ഉറങ്ങിയെണീക്കുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പഴയ രൂപത്തിലാവും. അപ്പം നമുക്ക് അടുത്ത ഓണത്തിന് കാണാം.